ഈശ്വംസരിച്ചായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ പരമ്പരയുടെ 8ാമത്തെ ഭാഗത്ത് നമ്മൾ ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൈവമനുഷ്യ സ്നേഹഗീത എന്ന ബുക്കിൻ്റെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരുടെ പ്രോത്സാഹനവും അഭിനന്ദനവും വചനങ്ങളുമെല്ലാം തീർച്ചയായും വായനക്കാർക്ക് ഒരു മുദ്ര തന്നെയാണ്, ഒരു അംഗീകാരമാണ്. ആ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാം, വായിക്കാം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ പല പിതാക്കന്മാരുടെ, കർദിനാൾ ആൻ്റണി പടിയറ തുടങ്ങി പല പിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നു. അതിലൊരു സാക്ഷ്യം നമുക്ക് ഇവിടെ ധ്യാനിക്കാൻ ഉപയോഗിക്കാം. ഈ സാക്ഷ്യം മാർ ജോസഫ് കുണ്ടുകുളം തൃശ്ശൂർ ബിഷപ്പിൻ്റേതാണ്. അത് 1992 മാർച്ച് 25 എഴുതിയതാണ്. അപ്പം അതിങ്ങനെയാണ് പറയുന്നത്: മരിയ വാർത്തോർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഇംഗ്ലീഷിൽ 800 പേജുള്ള 5 പുസ്തകങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം മുഴുവൻ ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷ സംഭവങ്ങൾ നേരിട്ട് കണ്ട് എഴുതിയതുപോലെ സജീവമായിരിക്കുന്നു. ഒരു നോവൽ എന്ന പോലെ വായിക്കാം. ഇതിൻ്റെ 100 കണക്കിനുള്ള കഥാപാത്രങ്ങളുടെ വിവരണങ്ങളും സംഭാഷണങ്ങളും ഓരോരുത്തരുടെയും സ്വഭാവത്തിന് യോജിച്ച വിധത്തിലായിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഭാവന കൊണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളും പശ്ചാത്തല വിവരണങ്ങളും സംഭാഷണങ്ങളും ഉണ്ടാക്കുക സാധ്യമല്ല. വിശ്വാസത്തിനോ സന്മാർഗത്തിനോ എതിരായിട്ടുള്ള യാതൊന്നും ഇതിലില്ല. 28 വർഷത്തോളം രോഗിണിയായി കിടന്ന ഒരു സ്ത്രീക്ക് പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെ പറ്റിയും ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തെ പറ്റിയും ഇത്രയും അറിവ് ലഭിക്കുക അത്ഭുതകരമായിരിക്കുന്നു. ഈശോയും പരിശുദ്ധ കന്യാമറിയവും മരിയയ്ക്ക് നൽകിയ നിരവധി ദർശനങ്ങളിൽ അവർ പറഞ്ഞുകൊടുത്ത് എഴുതിയതാണ് ഈ ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നു. മരിയയുടെ മരണശേഷം മാത്രമാണ് ഈശോയുടെ നിർദ്ദേശപ്രകാരം ഈ ഗ്രന്ഥം വെളിച്ചം കണ്ടത്. 12ാം പിയൂസ് മാർപ്പാപ്പ ഈ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഈ ദർശനങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിരുസഭ ഔദ്യോഗികമായി ഈ ദർശനങ്ങൾ സത്യമാണെന്ന് പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും വായനക്കാർക്ക് ഈ പുസ്തകം ഉപകാരപ്രദമായിരിക്കും. ആധ്യാത്മിക ഉണർവോടെ വായിക്കാം. സുവിശേഷകന്മാർ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നവയുടെ വിശദാംശം മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെയും അവിടുത്തെ സ്നേഹിതരുടെയും ശത്രുക്കളുടെയും ജീവിതത്തിൽ പലസ്തീനായിൽ നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളുടെ പേനയിൽ നിന്ന് വന്നതുപോലുള്ള അനുഭവമാണ് വായനക്കാർക്കുണ്ടാകുക. ഈ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയ്ക്ക് പ്രചാരം നേരുന്നു. ഇതുകൂടാതെ നമുക്ക് പല ഉന്നതരായിട്ടുള്ള വിശ്വാസികളുടെയും സാക്ഷ്യങ്ങളും നമുക്ക് ലഭ്യമാണ്. അതിലൊന്ന് ഡോക്ടർ ജോർജ് ഇരുമ്പയം മഹാരാജ കോളേജിൻ്റെ പ്രൊഫസറായിരുന്നു. അങ്ങേര് ഇതിനെക്കുറിച്ച് 3 സ്ഥലത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വചനോത്സവത്തിലും മറ്റ് സാംസ്കാരിക തലത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം ഇതിനെക്കുറിച്ച് കാണാം. ഇതിനെക്കുറിച്ച് പ്രൊഫസർ പറയുന്നത്: എനിക്കിഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥം, അതുപോലെ പല രഹസ്യങ്ങളുടെയും കലവറ. വളരെ വിശദമായിട്ട് പ്രൊഫസർ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം അതിലെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ സാധാരണ പുസ്തകങ്ങളെക്കുറിച്ചും ഉള്ള വിലയിരുത്തലിൽ കൂടി
സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പുസ്തകം സഭയുടെയോ ആത്മീയതയുടെ മാത്രമല്ല, മറ്റു പല വെളിപ്പെടുത്തലിനും ഉന്നതമായിട്ടുള്ള ഒരു സാക്ഷ്യമായിട്ടാണ്. അതുപോലെ സിബി മാത്യൂസ് IPS സാറ് IG ആയിരിക്കുന്ന കാലത്ത് 2000 ഇതിനെക്കുറിച്ച് സ്വന്തം കൈപ്പടയിൽ ഒരു സാക്ഷ്യം കൊടുക്കുന്നുണ്ട്. സാറും ഇതിനെക്കുറിച്ച് വളരെ ഉന്നതമായ, ഇത് വായിക്കാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ധാരാളം ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഇതിന് നല്ലതോ ചീത്തയോ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ചപ്പും ചവറുമുള്ള കാലത്ത് ഇവരെ പോലുള്ളവരെ ആധികാരികമായിട്ട് സർട്ടിഫൈ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാം. അതിനുവേണ്ടിയാണ് ഇവരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ബുക്കിന് പരമ്പരയ്ക്ക് 16 വാല്യങ്ങളുണ്ടെന്നും ഓരോ വാല്യങ്ങളും 400 പേജോളം ഉള്ളതാണെന്നും കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു പേടി, ഒരു മടി ഇതെല്ലാം തോന്നാം. പക്ഷേ ഇതൊന്ന് വായിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആസ്വാദ്യത മനസ്സിലാക്കുന്നത്. ഞാൻ ഓർക്കുന്നത് ഡോക്ടർ ജോർജ് എരുമ്പയം പ്രൊഫസറുമായി സംസാരിച്ചപ്പോൾ ആദ്യ സംസാരം തന്നെ അരമണിക്കൂറോളം നീണ്ടു നിന്നു. അങ്ങേര് പറഞ്ഞു നിർത്തുന്നത് എന്നെ ഞാനാക്കിയ പുസ്തകം. അതുപോലെ ഡോക്ടർ പറഞ്ഞു, ഇന്ന് എനിക്ക് ഒത്തിരി മറവിയുണ്ട്, ഞാൻ അച്ഛൻ വിളിച്ച കാര്യമെല്ലാം മറന്നു പോകാം, പക്ഷെ ഞാൻ വാൾത്തോർത്തായെ മറക്കില്ല. എന്നെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ബുക്ക് എന്നൊക്കെ വികാരഭരിതനായി പ്രൊഫസർ പറയുന്നു. ഇതുതന്നെയാണ് ഞാൻ വായനക്കാരോടും ഇത് കേൾവിക്കാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ആസ്വാദനം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു നോവൽ പോലെ തുടങ്ങി വലിയ ആസ്വാദ്യമായിട്ട് ഇത് മാറുന്നു. അതുപോലെ പല ധ്യാന കേന്ദ്രത്തിലും ധ്യാനഗുരുക്കന്മാരും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അവരൊക്കെ ഈ ബുക്കുകൾ ധ്യാനകേന്ദ്രത്തിൽ വിൽക്കുന്നതും ഒത്തിരി സന്തോഷമായിട്ട് തോന്നാറുണ്ട്. ഈ പരമ്പര ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരച്ഛൻ പറഞ്ഞ ആ വാക്കുകളാണ്. അച്ഛൻ പറഞ്ഞു, ധാരാളം കൃപ നിറഞ്ഞ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, അതെനിക്ക് വലിയ അനുഭവം തരുന്നുണ്ട്. പക്ഷെ വാൾത്തോർത്തായുടെ ഈ ബുക്ക് വായിക്കുമ്പോൾ ആ കൃപ നിറഞ്ഞ പ്രാർത്ഥനയിൽ കവിഞ്ഞ ഒരു അനുഭവം. അതുപോലെ അച്ഛൻ തന്നെ പറഞ്ഞു, ഇഗ്നേഷ്യസ് ലോയോളയുടെ ധ്യാന പരമ്പരയൊക്കെ 28 ദിവസത്തെ അച്ഛനത് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബുക്ക് വായിക്കുമ്പോൾ അതിലും കവിഞ്ഞ ഒരു ധ്യാനാത്മക ഇതൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആസ്വാദകരുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല ബുക്കുകളുടെയും നല്ല പ്രസ്ഥാനങ്ങളുടെയും ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ വരാറുണ്ട്. നമുക്കും എന്തുകൊണ്ട് നമ്മുടെ കേരള നാട്ടിലെ ഇതിൻ്റെ ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ, അതിന് ഡോക്ടർ ജോർജ് ഇരുമ്പയമോ സിബി മാത്യൂസ് സാറോ അല്ല, കുത്തറപ്പള്ളിലുള്ള ആരാധന പബ്ലിക്കേഷൻകാരോ ഒക്കെ കൂട്ടിച്ചേർന്ന് ഇതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറ്റിയാൽ അതൊരു വലിയ അനുഭവമായിരിക്കും. അപ്പം ഈ അനുഭവം നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും പങ്കുവയ്ക്കുന്ന ഒരാഴങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.